ഒന്നോ രണ്ടോ കളികൾ കൊണ്ട് കൊട്ടിഘോഷിക്കപ്പെട്ട പല താരങ്ങളെയും എനിക്കറിയാം. എന്നാൽ പിന്നെ അവരുടെയൊന്നും പൊടി പോലും കാണാൻ കിട്ടിയിട്ടില്ല. തങ്ങൾ വലിയ സ്റ്റാറുകളായെന്ന് അവരാദ്യമേ അങ്ങ് ധരിച്ചു വെച്ചു. വൈഭവിനോട് എനിക്ക് പറയാനുള്ളത് വിരാട് കോഹ്ലിയെ കണ്ട് പഠിക്കണമെന്നാണ്. 20 വർഷം IPL കളിക്കുമെന്ന് ഇപ്പോൾ തന്നെ ലക്ഷ്യം വെക്കണം. 19 വയസ്സ് മുതൽ കോഹ്ലി ഈ മൈതാനങ്ങളിലുണ്ട്. 18 സീസൺ അയാൾ ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു. ബിഹാറുകാരൻ വൈഭവ് സൂര്യവംശി IPL-ൽ അരങ്ങേറ്റം കുറിച്ച സമയത്ത് മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സെവാഗിന്റെ ഉപദേശം ഇതായിരുന്നു. അതൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു. പിന്നെ IPL-ലെ പല റെക്കോർഡുകളെയും കടപുടക്കിയ ഒരു സെഞ്ചുറി. മൈതാനത്ത് വൈഭവിന്റെ ഫിയർലെസ് അപ്രോച്ചിനെ വാനോളം പുകഴ്ത്തി ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ അടക്കം രംഗത്തെത്തി. താജ്പൂരിലെ മുഖതേശ്വർ സിൻഹ മോഡസി സ്കൂളിലെ 8ാം ക്ലാസ്സുകാരൻ പയ്യൻ. ക്രിക്കറ്റിന്റെ ആകാശ ദൂരങ്ങൾ താണ്ടി അവൻ എത്രയോ നേരത്തെ സഞ്ചരിച്ചു തുടങ്ങിയതാണ്. ഉപദേശപ്രളയമാണ് ചുറ്റും. പണം കണ്ട് കണ്ണുമഞ്ഞളിക്കരുത്. പെട്ടെന്നുണ്ടായ പ്രശസ്തി ഒരു ലഹരിയാണ്, അതിൽ വീണു പോകരുത്. അങ്ങനെ പലതും. ഇതൊക്കെ തിരിച്ചറിയാനുള്ള പക്വതയിൽ എത്തിയിട്ടുണ്ടോ അവൻ എന്ന് അറിയില്ല. പക്ഷേ 22 വാര പിച്ചിൽ എത്രയോ കാലമായി ബാറ്റ് പിടിച്ച് കൈത്തടക്കം വന്ന പക്വമതിയായൊരു കളിക്കാരൻ്റെ മെയ്വഴക്കത്തോടെയാണ് അയാൾ ഇപ്പോഴും തുടരുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് ബ്രിസ്ബനിൽ യൂത്ത് ടെസ്റ്റ് സീരീസിലെ ആദ്യ മത്സരത്തിൽ ഓസീസിനെ നേരിടുകയാണ് ഇന്ത്യ. 1ാം ഇന്നിംഗ്സിൽ ഓസീസ് 243 റൺസിന് കൂടാരം കയറുന്നു. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്കായി ഓപ്പണിംഗ് ചെയ്യാനെത്തിയത് വൈഭവും ആയുഷ് മാത്രയും. കഴിഞ്ഞ IPL-ന്റെ കണ്ടെത്തലുകൾ. ഒരു T20 മൈതാനത്തിൽ എന്ന പോലെ വൈഭവ് ബ്രിസ്ബനിൽ എരിഞ്ഞു കത്തുന്നതാണ് കാലറി പിന്നെ കണ്ടത്. 78 പന്തിൽ സെഞ്ചുറി, 8 സിക്സറുകൾ, 9 ഫോർ, 131 സ്ട്രൈക്ക് റേറ്റ്. യൂത്ത് ടെസ്റ്റിലെ ഏറ്റവും വേഗതയേറിയ 4ാം സെഞ്ചുറി. ഈ ചെറുക്കൻ ഇതെന്തു ഭാവിച്ചാണ് എന്ന് ഓസീസ് ബോളർമാരുടെ മനസ്സ് ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ വേദാന്ത് ത്രിവേദിക്കൊപ്പം 3ാം വിക്കറ്റിൽ 152 റൺസിന്റെ കൂട്ടുകെട്ടാണ് വൈഭവ് പടുത്തുയർത്തിയത്. ത്രിവേദിയും ആ മത്സരത്തിൽ സെഞ്ചുറി പൂർത്തിയാക്കുന്നുണ്ട്. എന്നാൽ വൈഭവിന്റെ ഇന്നിംഗ്സാണ് ആരാധകരെ ത്രസിപ്പിച്ചത്. ഒടുവിൽ ഇന്ത്യ ഒരു റൺമല തന്നെ പടുത്തുയർത്തി. അത് കയറാനാകാതെ ഓസീസ് 2ാം ഇന്നിംഗ്സിൽ 127 റൺസിന് കൂടാരം കയറി. ബ്രിസ്ബനിൽ ഇന്ത്യക്ക് 2ാം ഇന്നിംഗ്സിൽ ബാറ്റിങ്ങിന് ഇറങ്ങേണ്ടി വന്നതുപോലുമില്ല. ഇന്നിംഗ്സ് ജയം. ബ്രിസ്ബനിൽ പലപ്പോഴായി വൈഭവിനെ പ്രകോപിപ്പിക്കാൻ ഓസീസ് ബോളർമാർ ശ്രമിച്ചിരുന്നു. തൻ്റെ അഗ്രഷൻ ബാറ്റിൽ നിറച്ചാണ് വൈഭവ് അവർക്കൊക്കെ മറുപടി നൽകിയത്. അണ്ടർ-19 ക്രിക്കറ്റിൽ 100-ൽ താഴെ പന്തുകളെടുത്ത് 2 സെഞ്ചുറികൾ കുറിച്ച 2 താരങ്ങളെ ക്രിക്കറ്റ് ചരിത്രത്തിലുള്ളൂ. ഒന്ന് സാക്ഷാൽ ബ്രണ്ടൻ മക്കല്ലമാണെങ്കിൽ 2 14-കാരൻ വൈഭവ് സൂര്യവംശിയാണ്. കഴിഞ്ഞ വർഷമാണ് വൈഭവ് ടെസ്റ്റിൽ തൻ്റെ ആദ്യ സെഞ്ചുറി കുറിച്ചത്. ചെന്നൈയിൽ അന്ന് ഇതേ ഓസീസ് ആയിരുന്നു എതിരാളികൾ. വൈഭവ് അന്ന് 3 അക്കം തൊട്ടത് വെറും 58 പന്തുകളിലാണ്. യൂത്ത് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന റെക്കോർഡ് താരം തൻ്റെ പേരിൽ കുറിച്ചിട്ട് ഒരാഴ്ച പിന്നിടുന്നേ ഉള്ളൂ. 10 ഇന്നിംഗ്സുകളിൽ നിന്ന് 41 സിക്സറുകളാണ് വൈഭവ് അടിച്ചുകൂട്ടിയത്. മറികടന്നത് മറ്റൊരു ഇന്ത്യൻ താരം ഉന്മുക് ചന്ദിനെ. ഉന്മുക്തിൻ്റെ പേരിൽ 38 സിക്സുകളാണ് ഉണ്ടായിരുന്നത്. ആ നേട്ടത്തിലെത്താൻ 20-ലേറെ മത്സരങ്ങൾ താരമെടുത്തിരുന്നു. വൈഭവ് അത് മറികടന്നത് വെറും 10 മത്സരം കൊണ്ടാണ്. നാളുകൾക്ക് മുമ്പ് യൂത്ത് ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെതിരെ വൈഭവ് സെഞ്ചുറി കുറിച്ചതും വലിയ വാർത്തയായിരുന്നു. യൂത്ത് ഏകദിന ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി, ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്നീ നേട്ടങ്ങൾ അന്ന് 14-കാരനെ തേടിയെത്തി. 52 പന്തിലാണ് അന്ന് വൈഭവ് 3 അക്കം തൊട്ടത്. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിലും തുടരുന്ന ഈ ഫോം അനധിവിദൂര ഭാവിയിൽ തന്നെ ഇന്ത്യൻ സീനിയർ ടീമിന്റെ വാതിലുകൾ വൈഭവിന് മുന്നിൽ തുറന്നിടും എന്ന് പ്രതീക്ഷിക്കാം.